ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെംസ് എന്റർടൈൻമെന്റ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചൂരൽ പ്രയോഗം അല്ലേ? ഓക്കെ, ചൂരൽ പ്രയോഗത്തിന്റെ ന്യൂ വേർഷൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അടുത്ത തവണ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫൺ എന്റർടൈൻമെന്റ് ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷന് വേണ്ടി. നമ്മൾ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടാണ്. വയനാട് പോവാണ് നമ്മള്. ജസ്റ്റ് വീട്ടില് കുറെ നാളായിരുന്നു ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. അപ്പം പോകുന്നില്ല, ബോറടിക്കുന്നു. അപ്പം ജസ്റ്റ് ഒരു ഫൺ എന്റർടൈൻമെന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പപ്പ മമ്മി വണ്ടി റെഡിയാക്കി അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇനി നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ നമ്മളെ കാർ തുറക്കാൻ പോവാണ്. കാർ തുറന്ന് ഉള്ളിലോട്ട് കേറി. ഓക്കെ, ഈ പോകുന്ന വഴി നിനക്ക് പിന്നെ എന്താ കാണുക? ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മള് ഇറങ്ങി. നമ്മള് പോകുന്നത് തുഷാരഗിരി വഴിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തുഷാരഗിരി വാട്ടർഫോൾസ്. അപ്പോൾ അതിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മള് തുഷാരഗിരി എത്തി. നോക്ക് ഗൈസ്, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല. ഇവിടെ സൺഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ തുറന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ കണ്ടോ എന്ത് തിരക്ക് നോക്കി. നമ്മളെന്തായാലും ഇവിടെ കയറണില്ല. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം വയനാടാണ്. അത് കാരണം നമ്മളിവിടെ കയറണില്ല. നോക്കി എന്ത് ഭംഗിയാ കാണാന്ന്. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു വാട്ടർഫോൾ ആണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിയപ്പോ നിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ചിപ്പിലിത്തോടെത്തി. ചിപ്പിലിത്തോട് എന്താ പറയുക, ചുരത്തിലേക്കാണ് നമ്മൾ കയറണത്. ഈ വഴി ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇപ്പം അറിയാൻ തോന്നുന്നു. തുഷാരഗിരിന്ന് ചിപ്പിലിത്തോട്, വയനാട്ടിൽ ചുരത്തിലേക്ക് ചേരുന്ന റോഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഓണടിച്ച് വെച്ച് ഇങ്ങനെ വരുന്നുണ്ട്. വലിയ വളവ്. ഇത് എന്താ പറയുക, നല്ല വീതിയാണ് ഈ ഏരിയയിൽ. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ബ്ലോക്കാണ്. എവിടെയോ എന്തോ എന്ന് സ്റ്റെക്കായിട്ടുണ്ട്. അതാണ് ബ്ലോക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് വേണ്ട മതിലേൽ ഓരോന്ന് ഇരിക്കണണ്ട. ഓരോ കുറ്റിയിലും ഓരോന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി, ഏറ്റവും മുകളിലെത്തി. ഇവിടെ എന്തോ ബ്ലോക്കാണ്. അതാണ് വണ്ടി പതുക്കെ പോണ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഇറങ്ങുന്നത് അലൗഡ് അല്ല. കോവിഡ് ജാഗ്രത ഉള്ളത് കാരണം, പ്രോട്ടോക്കോൾ ഉള്ളത് കാരണം ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങണില്ല. ഓക്കെ, നമ്മൾ വെൽക്കം ടു വയനാട്. നമ്മൾ വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഇവിടെ കയറുന്നോടത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പള്ളിയുണ്ട്. പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കുരിശിൻ്റെ വഴിക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യാറ്. കാണിച്ചു തരാം കേട്ടോ. ഓരോരോ വിശേഷങ്ങൾ ഓരോ വഴിവഴിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ പള്ളി. നമ്മൾ കുരിശിൻ്റെ വഴിക്ക് നമ്മൾ ഈസ്റ്റർ ടൈമിൽ, ദുഃഖവെള്ളിൻ്റെ ഒക്കെ ടൈമിലൊക്കെ കുരിശിൻ്റെ വഴിക്ക് വന്നിട്ട് ഇവിടെയാണ് എൻഡ് ചെയ്യാറ്. ഇത് എന്താണ്, കരിന്തണ്ടൻ സ്മാരകമാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാമായിരിക്കും. 1700-നും 1750-നും കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയൻ മൂപ്പൻ. അപ്പോൾ പുള്ളിയാണ് ഈ ഇങ്ങോട്ടേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. അപ്പം പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ മരത്തിലാണ് കെട്ടിയത്. അതായത് ഒരു എന്താണ് ചങ്ങല ഇട്ട് കെട്ടിയത്. ഗൈസ്, നമ്മളിപ്പോൾ ദാ പൂക്കോട് ലേക്കിലേക്കുള്ള വെയിൽ കയറി. നന്നായിട്ട് ഹമ്പ് ചാടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തിരക്കൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. അവിടെ ഇറങ്ങാൻ
തിരക്കുണ്ടെന്നുള്ളത് മനസ്സിലായി. നല്ല തിരക്കുണ്ട്. നല്ല ആൾക്കാരുണ്ട്. നമുക്ക് ഇറങ്ങണ്ട അല്ലേ തക്കടു? നമുക്ക് പോവാം. ആൾക്കാർ നടക്കണോ ഇരിക്കണോ വണ്ടിയിൽ പോകണോ? അപ്പം നമ്മളിതാ ഇതിൻ്റെ മുമ്പിലെത്തി. പക്ഷേ എന്താ പറയുക, ആ തിരക്കിനൊന്നും ഒരു കുറവുമില്ല. കോവിഡ് ആണെങ്കിലും നല്ല തിരക്ക് തന്നെയാണ്. പുതിയ കടയൊക്കെ പുതിയ ഷോപ്പ്. നോ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ വണ്ടി ഒന്നും നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ. ഗൈസ്, നമ്മൾ ചുണ്ടയിലെത്തി. ഇത് നമ്മൾ വയനാട് പോകുന്ന ഇവിടെ വരുന്ന സമയത്തേക്ക് നമ്മൾ കയറാറുണ്ട് ഈ പള്ളിയിൽ. സെൻറ്റ് ജോർജ് ഷ്രൈൻ ചർച്ചാണിത്. ഇവിടെ കയറി നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോവുക. അങ്ങനെ നമ്മളിതാ ചുണ്ടയിൽ പള്ളീൻ്റെ ഇവിടെ നമ്മൾ ഇറങ്ങി. ഇവിടെ ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകാറുണ്ട്. ഇത് സെൻറ്റ് ജൂഡ് യുദാസ്ലിഹയുടെ നാമത്തിലുള്ള പള്ളിയാണ്. ഇവിടെ എല്ലാ വർഷവും പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരാറുള്ളതാണ്. ഫെബ്രുവരി ടൈമിലല്ലടാ, ഫെബ്രുവരി ടൈമിലാണ് പെരുന്നാൾ. അപ്പം ഇവിടെ വരാറൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം കോവിഡൊക്കെ ആയത് കാരണം നമുക്ക് എന്താ പറയുക, പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാം മായഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളത്. അകത്തേക്ക് കയറുന്നില്ല, അകത്ത് കയറാൻ പറ്റത്തില്ല. നമ്മൾ പുറത്ത് രൂപം വെച്ചിട്ടുണ്ട്, പുറത്ത് വന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പോകാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തക്കുടുതാണ്ടേ നടന്നു പോകണം. ഓക്കെ, നമുക്ക് അവിടെ നിന്നൊരു വർത്തമാനം പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. നമ്മൾ കയറി വരുന്നത് നല്ല വെയിൽ, നല്ല വെയിലല്ലേ അതിനെ. ഈ ഗ്രോട്ടോ നമ്മൾ കയറി വരുന്നോടത്തുള്ളതാണ്. മാതാവിൻ്റെ രൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മൊത്തം ഇത് അവിടെ അതിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ മാതാവിനെ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു കുഞ്ഞി കുളമുണ്ട് കേട്ടോ. ഇതെന്ത് മീനുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീനുണ്ട്. എന്ത് മീനാണെന്ന് അറിയത്തില്ല, കാണുന്നുണ്ടോയെന്നും അറിയത്തില്ല. അവിടെ ഉണ്ട്, ഒരു കുഞ്ഞു മീനുണ്ട് അവിടെ. പിന്നെ അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗപ്പികളാട്ടോ. പിന്നെ അത് അവിടെയൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? കൂട്ടം കൂടി നിൽക്കുകയാണ് കുറേ എണ്ണങ്ങൾ. പിന്നെയുള്ള ഗപ്പി കുഞ്ഞുങ്ങളും ഒക്കെയാണ്, കണ്ടില്ലേ? അത് രസമല്ലേ മീനെ കാണാൻ. ഇപ്പോൾ മേഘതാളുണ്ട്, ഇതേ ഇവിടെ നിൽക്കണേ, കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ക്രോസ് ഓഫ് വേ, കുരിശിൻ്റെ വഴി നടക്കുന്ന വേ ആണ്. നല്ല രസമാണ് ഇവിടെ. ഈ ഓരോ എന്താ പറയുക രൂപത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ എന്താ പറയുക മരമല്ലേ, ചെടികൾ എന്താടാ കാണിക്കുന്നത്, അതൊന്നും തൊടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ക്രോസിൻ്റെ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ.
കാണിക്കട പക്കടു ഈശോം ശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചുണ്ടേപ്പള്ളിയിലെ വിശേഷങ്ങള്. നല്ല രസമുണ്ടല്ലേ ഈ റോസ് കളറിലുള്ള കടലാസ് പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് രസം കാണാൻ. എനിക്ക് നല്ല കളറ്, എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം. പിങ്ക് കളറ് മൈ ഫേവറേറ്റ് കളറാണ് പിങ്ക്. ആദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, മൈ ഫേവറേറ്റ് കളർ പിങ്ക്. ലൈറ്റ് കളറും ഉണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ ഡാർക്ക് റെഡ് ഉണ്ട് കേട്ടോ. റെഡ് കളർ ഉണ്ട്. എന്റെ കയ്യില് നെയിൽ പോളിഷ് കാണിച്ചു കൊടുക്ക്. നെയിൽ പോളിഷ് ലൈറ്റ് പിങ്ക് കളർ. നല്ല രസമുണ്ട് ഈ പൂ കാണാൻ. ചേട്ടാ ഫോക്കസ് ചെയ്യാനും പറ്റണില്ല. നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യാം. പരാജയപ്പെട്ടു. അത് ആടുന്നോണ്ടാണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഇന്നത്തെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആവാനായി. ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ അറിയില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒരു സ്ഥലങ്ങളിലും നമ്മൾ കയറുന്നില്ല. ഇവിടെ നമ്മൾ സ്ഥിരം വരുമ്പോൾ കയറാറുള്ളതാണ്. അപ്പം അത് കാരണമാണ് ഇവിടെ കാണിച്ചത്. പിന്നെ പൂക്കോട് നമ്മൾ കയറിയില്ല, ഒരുപാട് ആൾക്കാരുള്ളത് കാരണം പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. ഇനി എവിടേക്കൊക്കെ പോകുന്നതെന്ന് അറിയില്ല. വൈൻഡപ്പ് ഞാൻ പറഞ്ഞെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ, വാ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വാ. അപ്പോൾ ഗൈസ്, നമ്മളിതാ മറ്റേ ചുണ്ടേന്ന് നമ്മളങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് ഇതാ കൽപ്പറ്റ ബൈപ്പാസ് റോഡിൽ കയറി, അവിടുന്ന് ഒരു പോക്കറ്റ് റോഡിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്കുളു ഹാപ്പി? ഓക്കെ. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് വ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അതായത് ഇപ്പം ഈ പോക്കറ്റ് റോഡിലേക്ക് കയറുന്നതിന് പിന്നെ ചുണ്ടേന്നുള്ളതിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഭവങ്ങളാണ്. അത് ഇതിലേക്ക് വരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇടയ്ക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഉണ്ട് ചാടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1-2 സ്ഥലങ്ങളിലും കൂടെ പോകാനുണ്ട് എന്ന് വിചാരിക്കാം. പോകുന്ന വഴിക്ക് നമ്മൾ എവിടെയൊക്കെ കയറുമെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്നായിരിക്കും ഓരോ സ്ഥലത്ത് ഇറങ്ങുന്നത്. ഓക്കെ, ടൗണിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചുരത്തിൽ കണ്ട തിരക്കൊന്നും ഈ ഏരിയയിലേക്ക് അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കൽപ്പറ്റ റൂട്ട് കേൾക്കുന്നില്ല ഇങ്ങോട്ട്. നമ്മളിപ്പോ ചുണ്ടയിലാണുള്ളത്. ചുണ്ടയിലേക്ക് നമ്മൾ തിരിച്ചെത്തി. അതാണ്ട് അവിടെയാണ്, നമുക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, പള്ളി. ചുണ്ടേപ്പള്ളി ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചുണ്ടേപ്പള്ളിക്ക് ഇവിടേക്ക് എത്തി. ഇവിടെ നമ്മൾ തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. കുറച്ച് ആൾക്കാരുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇങ്ങനെ എന്താ പറയുക, തേയിലത്തോട്ടത്തിന്റെ നടുവിലെത്തിയിട്ടില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് കയറണം. ഇങ്ങനെ കയറി പോവാണ്. ഇത് വഴി തന്നെയാണോ? വഴി അതായത് ഈ തേയില വെച്ചിരിക്കുന്ന നട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലടാ, ലെയർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് ദൂരെ നോക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ വല്ലതുണ്ടെങ്കിൽ അറിയത്തില്ല കേട്ടോ. ഇവിടെ മൊത്തം ആൾക്കാരാണ്. അതിന്റെ മേളിൽ കുറച്ച് അയ്യോ അങ്ങനെ കേറി ഒരു പകുതി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ അധികം ടോപ്പിലെത്തിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. നല്ല വെയിലാണ്. അപ്പുറത്തെ സൈഡ് കാണിക്ക്. കണ്ടോ, നല്ല വെയിലാണ്. പക്ഷെ കൈയൊക്കെ ശരിക്കും നല്ല മരക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. അയ്യോ, മടുത്തു മനുഷ്യൻ. പിന്നെ ഇത് ഏതാണ്, എന്താ പറയാ, എന്താ പപ്പ പറയാ, എന്തേലൊക്കെ പറയാം നമുക്ക്. എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം.
എടാ എനിക്കൊരു പാട്ടൊക്കെ വരുന്നതാ, നല്ലൊരു പാട്ട് പാടത്തെ. എന്തിന് മേഘ എപ്പോ നമ്മളെ എല്ലാരും പൊടി പോവും ഉണ്ടാക്കി. അതെ ഞാൻ പോവാ ചാറ്റ. പരിപാടി ശരിയാവില്ല, പരിപാടി ശരിയാവില്ല. ഇവൻ നോക്കി ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിച്ചപ്പോ അവന് കട്ട് ചെയ്തോണ്ടേ. ഇനി ഏതാ പാട്ട് പാടുക? കാറ്റേ നീ വിശരുതിപ്പോൾ, കാരേ നീ പേരുതിപ്പോൾ, ആരോമൽ തോണി. ക്ലൈമറ്റ് ഇവിടെ തോണിയൊന്നും ഇല്ല, ഞാൻ പോവാ. ഇവിടെ ശരിയാവില്ല ഗൈസ്, ഇവിടെ ശരിയാവില്ല, ഇവിടെ ശരിയാവില്ല. വാ എന്തായാലും നമുക്ക് അവിടെ വരപ്പോ നമുക്ക് പോവാ. ഇപ്പൊ എങ്ങനെ തിരിച്ചിറങ്ങും? കൊറേ ഉണ്ട്, നോക്കാം നമുക്ക്. അപ്പൊ നമ്മള് വയനാട് വിടുകയാണ് കേട്ടോ. വയനാടിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ താങ്ക് യു വിസിറ്റ് അഗൈൻ. എന്താടാ നല്ല ബ്ലോക്ക് ആട്ടോ ഗൈസ്, നല്ല ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും താഴെ എത്തുമ്പോ നല്ല സമയാവും. നല്ല ബ്ലോക്കാ. ഓ ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ആ കണ്ടി ചുറ്റിടുവാവേ ചുറ്റിടുവാവേ. നമ്മുടെ പിങ്കുനെ ഉണ്ടല്ലേ ഗൈസ്, പിങ്കുനെ ഓർമ്മയുണ്ടോ? ഇവിടെ ഒരുത്ത എന്തോ തപ്പുണ്ട്. എവിടെ പോയി? എവിടെ ഇതാ ഇവിടെ എന്തോ തപ്പുണ്ട്, എന്തോ സംഭവമാണ് കിട്ടി. ആൾക്കാരില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മൊത്തം ബൈക്കുകാരാണ് കഴിയും. ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് മൊത്തം. താഴെ നല്ല കോടയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ കണ്ടില്ലേ കഴിച്ച്, താഴെ നല്ല കോടയാണ്, ഇവിടെ നല്ല തണുപ്പും. ആഹാ നോക്കാം നമുക്ക്. എന്ത് രസമൊക്കെ, സൂര്യാസ്തമയം. ആഹാ ഹായ് ഗായ്സ്, എന്ത് രസാ കാണേ. ആഹാ അസ്തമിക്കണേ, സൂപ്പർ. എന്തൊരു കുരങ്ങന്മാരാ. ചുറ്റിടുവാവേ. അതൊന്ന് അത് വെറുതെ രസം. ഗായ്സ് ഇത്ര ദൂരം നല്ല സുഖമായിട്ട് വന്ന് ഇപ്പൊ വലിയൊരു ബ്ലോക്കിൽ കുടിക്കും. എന്താ ആ ഒന്നെങ്കിൽ വണ്ടി വളക്കിയായിരിക്കും, അല്ലെങ്കിൽ വല്ല ബ്രേക്ക് കൊണ്ട് അവിടെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും കുടുങ്ങി. ഓക്കെ ചുരത്തിന്റെ നമ്മള് വരുമ്പോ കണ്ട വലിയ അളവില് നമ്മള് പിന്നെയും തിരിച്ചെത്തിയിരിക്കുന്നു. അമ്മോ എന്ത് ജനങ്ങളാ നോക്ക്, നല്ല തിരക്കുണ്ടോ. അതും നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കേ, ശ്രദ്ധിച്ചു നോക്കും. മൊത്തം ബൈക്കുകാരാ, മൊത്തം ബൈക്ക് റൈഡറാ മൊത്തം. ഇതുണ്ടോ മൊത്തം ബൈക്ക്. ബൈക്കിൽ വരണ കാര്യം നല്ല രസമായി. ഇതിപ്പോ നമ്മള് ഓ കുഴപ്പമില്ല, വണ്ടികളുടെ ലൈറ്റ് അടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നത്തിൽ കുഴപ്പമില്ല. ഓക്കെ ഇതാ നമ്മളിതാ വളഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നിന്ന് അപ്പൊ നമ്മള് നമ്മളുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിപ്പിലി തോടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഓക്കെ അപ്പൊ നമ്മള് ചുരത്തിനോട് ബൈ ബൈ പറയുകയാണ്. ഓക്കെ ഹായ്.
അപ്പം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ സുഖം ഇപ്പൊ? എന്താ സുഖം, സത്യം എന്താ സുഖം. ഫ്രഷ് ആയി കഴിഞ്ഞപ്പോ തന്നെ ആകെ ഒരു എന്താ പറയുക ഒരു ഉന്മേഷം കിട്ടി. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും എനർജിയും കിട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങൾ നമ്മൾ കേറിയിട്ടില്ല. നമ്മള് വയനാട് പൂക്കോട് ലേക്കിൽ കേറിയിട്ടില്ല. പിന്നെ കുറെ സ്ഥലങ്ങൾ നമ്മൾ കേറിയിട്ടില്ല. അത് വേറൊന്നുമല്ല, നമ്മുടെ ലക്ഷ്യം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് വെറുതെ എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ് ജേർണി അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എവിടെ ഇറങ്ങി തോന്നുന്നില്ല. ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ പരമാവധി ഒഴിവാക്കി. കാരണം പൂക്കോട് നമ്മൾ കണ്ടില്ലേ, പൂക്കോടൊക്കെ എന്ത് തിരക്കാണ്, നല്ല ആളായിരുന്നു അവിടെ. അത് കാരണം പിന്നെ അവിടെ ഇറങ്ങിയില്ല. പിന്നെ നമുക്ക് ടൈം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ടൈം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് പോയി ചുണ്ടേപ്പള്ളിയിലൊക്കെ കയറി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയൊക്കെ അങ്ങോട്ട് പോന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് ബെല്ലൈക്കൺ നിൽക്കാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഏകദേശം ഒരു കമന്റെങ്കിലും ഇടാൻ നിങ്ങൾ പോകട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം, മടി കൂടാണ്ട് പറയാം. ഓക്കെ, ചൂരൽ ചലഞ്ച് നമ്മള് പുതിയ ഒരു ക്രിയേഷൻ ഉണ്ട്. അതെന്താ നിങ്ങളുടെ അടുത്ത് പറയണില്ല, ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിട്ട് പറയാം. ചുവൽ പ്രയോഗം നമുക്ക് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ഒരു ഐഡിയ കിട്ടണില്ല, നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ.